നമസ്കാരം. ശ്രീലങ്കയിലെ കൊളംബോയിലാണുള്ളത്. ശ്രീലങ്കൻ റെയിൽവേയിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ കൊളംബോയിനടുത്ത് ഒരു കടൽ തീരത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. ഞങ്ങൾ റൂം എടുത്ത ഭാഗത്തു നിന്നൊക്കെ ഇറങ്ങി. ഇപ്പൊ രാവിലെ 6 മണിയായി. ഈ സ്ട്രീറ്റിന്റെ പേര് ഹോസ്പിറ്റൽ സ്ട്രീറ്റ് എന്നാണ്. പിന്നെ ഇവിടെ തന്നെ പുതുതായി വലിയൊരു കെട്ടിടം വരുന്നുണ്ട്. അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തെ വലിയൊരു കെട്ടിടം ഇത് തന്നെയാവും. ഈ റൂം എടുത്ത ഭാഗത്തുനിന്ന് കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കറക്റ്റ് 1 കിലോമീറ്റർ ആണുള്ളത്. രാവിലെ തന്നെ നടന്നിട്ട് പോവാം. ഈ ശ്രീലങ്കയിലെ ഈ ചുവപ്പ് കളറിലുള്ള ബസ്സില്ലേ, അത് ഇവിടുത്തെ ഗവൺമെന്റ് ബസ്സാണ്. പിന്നെ ഇവിടെ ഓട്ടോറിക്ഷയ്ക്ക് നോർമൽ തന്നെയാണ്. കളർ വ്യത്യാസമുണ്ട്, നമ്മളെ നാട്ടിലെ പോലെയല്ല. പച്ച നീല ആ ഒരു കളറിൽ. രാവിലെ ഈ ഒരു 6 മണി സമയത്ത് വലിയ തിരക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 400 മീറ്ററും കൂടെ ഉള്ളൂ. കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പാണിത്. ഇനിയിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് വേണം സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകാൻ. ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. നമുക്കിവിടെ ബ്രിഡ്ജ് ഉണ്ട്, അതുവഴി പോവാം. ഇവിടെ ഓരോരോ ഭാഗത്തേക്കുള്ള ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കയിലെ പ്രശസ്തമായ ലോട്ടസ് ടവർ ആണ് തൊട്ട് മുന്നിലായി കാണുന്നത്. ഇവിടെയാണ് കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ. കൊളംബോ നഗരത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനാണിത്. പിന്നെ ഇവിടെ വലിയൊരു പ്രത്യേകതയുണ്ട്. ടിക്കറ്റ് ഇല്ലാതെ നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ലോക്കൽ ടിക്കറ്റ് എടുക്കണം. കാരണം ഇത് പിന്നെ ഞങ്ങൾ റിസർവേഷൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. കുറച്ച് ദൂരം മാത്രമേ പോകാനുള്ളൂ. എവിടെയാ ടിക്കറ്റ് കൗണ്ടർ? എവിടെയാണോ? ടിക്കറ്റ് കൗണ്ടർ. യെസ്, ഇവിടെ ആളുണ്ട്. ട്രെയിൻ ടിക്കറ്റ് എത്രയാന്ന് ചോദിക്കണം. ഓ, ഇവിടെയാ? ഇവിടെ ടിക്കറ്റ് എത്ര? ഓ, ശ്രീലങ്ക റുപ്യ 400. 40 രൂപയുള്ളൂ. ഓ, ഇതാണ് ടിക്കറ്റ് കേട്ടോ. 5 വരൂ. ഇതുവഴിയല്ല എൻട്രൻസ്. പിക്മി. ഇത് ഇവിടുത്തെ ആ ഒരു ബൈക്കൊക്കെ കിട്ടുന്ന ഒരു ആപ്പാണ്. പ്ലാറ്റ്ഫോം നമ്പർ 5 ആണ്. അപ്പോൾ ഇത് 1ാം നമ്പർ പ്ലാറ്റ്ഫോം അല്ലേ? അപ്പോൾ 5 പോവാം. വരൂ, ഇതിലൂടെ പോവാം. പിന്നെ സ്റ്റേഷൻ്റെ അകത്തെ ചെറിയൊരു കാഴ്ചയൊക്കെ ഇങ്ങനെയാണ്. ചെറിയൊരു കടയൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് കയറി ഇനി നേരെ 5ലേക്ക്. നല്ല വൃത്തിയുള്ള സ്റ്റേഷൻ തന്നെയാണ്. ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് ഇവിടെ. കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ആകെ 11 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. നിലവിൽ ഇപ്പം ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വേറെ വണ്ടിയൊന്നുമില്ല. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഏത് ഭാഗത്തുനിന്നാണ് വരുന്നതെന്നും അറിയില്ല. പിന്നെ ഇനി ഇവിടെ ഒരു എക്സ്പ്രസ് ട്രെയിൻ വന്ന് കിടപ്പുണ്ട്, ഈ കാണുന്നത്. പിന്നെ ടിക്കറ്റ് നമുക്ക് ഒന്നുകൂടെ കാണണമല്ലോ. ഇതാണ് ശ്രീലങ്ക റെയിൽവേസിന്റെ അൺറിസർവ്ഡ് ടിക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ റിസർവ് ചെയ്തിട്ടൊന്നുമല്ല വരുന്നത്. സെക്കൻഡ് ക്ലാസ് അല്ല കേട്ടോ, 3rd ക്ലാസ് എന്നാണ് ഇത് പറയുക. അതുപോലെ തന്നെ RS20 ലങ്ക റുപ്പീസ് 20 രൂപയാണ് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ്. ഇവിടുന്ന് 8 കിലോമീറ്റർ മാത്രമേ യാത്ര ചെയ്യാനുള്ളൂ. ബമ്പലപ്പിട്ടിയ എന്നാണ് സ്റ്റേഷന്റെ പേര്. വണ്ടി ഇവിടെ എത്തേണ്ട ടൈമായി. ഏകദേശം ഒരു 10 മിനിറ്റോളം ട്രെയിൻ ഇപ്പോൾ ഡിലേ ആയിട്ടുണ്ട്. ഇതേ ട്രെയിൻ വരികയാണ്. ഇതിന് എവിടെയാണ് 3rd ക്ലാസ് എന്ന് നോക്കണം. എന്തായാലും ഇത് തന്നെയാണ്. കാരണം എല്ലാവരും ഇവിടുന്ന് കയറുന്നുണ്ടല്ലോ. പ്ലാറ്റ്ഫോം മാറി. 6ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമുക്ക് പോകാനുള്ള വണ്ടി വരിക. ഇത് ബലിയാട്ടയിലേക്ക് പോകുന്ന ട്രെയിനാണ്.
ഞങ്ങൾക്കും ആദ്യം ഒരു കൺഫ്യൂഷൻ വന്നു. പെട്ടെന്നാണ് ഇവർ ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ട്രെയിനിലല്ല നമുക്ക് പോകാനുള്ളത്. ഈ കടന്ന് വരുന്ന ട്രെയിനിലാണ് നമുക്ക് പോകാനുള്ളത്. ഇതിൽ നല്ല തിരക്കാണ്. ഇത് നല്ല തിരക്കാണല്ലോ. നേരത്തെ കണ്ട ട്രെയിനെ പോലെ അല്ല. ഇവിടെ എവിടെയും കയറാം. എന്തായാലും കുറെ ആൾക്കാർ ഈ കൊളംബോ ഭാഗത്ത് ഇറങ്ങും. അപ്പൊ എന്തായാലും ചെറിയൊരു തിരക്ക് കുറയും. നമുക്ക് ടോറന്റെ ഭാഗത്ത് നിൽക്കാം. 2 സ്റ്റേഷനുകൾ കഴിയാനുണ്ട്. ഇവിടുന്ന് ഇപ്പൊ കൊളംബോന്ന് വണ്ടി എടുത്ത് 6:36 ട്രെയിൻ ഡിപ്പാർച്ചർ ടൈം. ഇത് 6:50 ഉള്ളൂ ബലിയാടിലേക്ക്. ട്രെയിനിൻ്റെ അകത്ത് നല്ല തിരക്കാണ്. എല്ലാവർക്കും ഇരിക്കാൻ സീറ്റൊന്നുമില്ല. രാവിലെ സ്കൂള് ജോലി ആവശ്യത്തിനെല്ലാം വേണ്ടി പോകുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതൽ. ഇതൊരു സ്റ്റേഷനാണ്. സെക്രട്ടേറിയറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ലോക്കൽ ട്രെയിനാണ്. ഈ ട്രെയിനൊക്കെ നല്ല കുലുക്കമാണ്. വമ്പൻ കെട്ടിടങ്ങളാണ്. ഇത് ബീച്ച് സൈഡാണ്. ആ കെട്ടിടത്തിന് അപ്പുറം ബീച്ചാണ്. അടുത്തൊരു സ്റ്റേഷനിലേക്ക് ഇറങ്ങാനുള്ളത്. അടുത്ത സ്റ്റേഷനാണ്. ബ്രേക്കിങ്ങിന്റെ ആ ഒരു ശബ്ദമൊക്കെ അതുപോലെ നല്ല കുലുക്കം തന്നെയാണ് ട്രെയിൻ. കൊമ്പന വിധിയ എന്നാണ് സ്റ്റേഷന്റെ പേര്. ഫേസ് ടു ഫേസ് കടലും ട്രെയിനും.
നല്ല കാറ്റ്. ഒരു സ്റ്റേഷനും കൂടി ഉണ്ടായിരുന്നു, അടുത്തതാണ് ഇറങ്ങാനുള്ളത്. ഇത്ര അടുത്ത് കടലിന്റെ തീരത്തോടെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം. ട്രെയിനിങ്ങനെ ആടി വലയാണ്. യെസ്, അങ്ങനെ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. മുന്നിലോട്ട് പോകാം, കാരണം എന്നാൽ ഈ ട്രെയിൻ പോകുന്ന നല്ലൊരു ക്യാപ്ചർ കിട്ടുള്ളൂ. ഇവിടെയൊക്കെ നല്ല വ്യൂ ആണ്. പക്ഷെ എൻ്റെ ദൈവം, ഇത്രയും നല്ലൊരു റൂട്ട് ശ്രീലങ്കയിൽ ഇല്ലേ. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസ് ആണേ. ഇതാണ് വ്യൂ. ട്രെയിനും കടലും ഫേസ് ടു ഫേസ്. ഇതെടുത്ത് ഇതിന്റെ ആ ഭാഗത്തേക്കും ട്രെയിൻ റൂട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളെന്തായാലും ഇവിടം വരെ യാത്ര ചെയ്യുന്നുള്ളൂ, കാരണം നല്ല ക്യാപ്ചേഴ്സ് ഓൾറെഡി കിട്ടി. ഒരു ലോക്കോമോട്ടീവ് വരുന്നുണ്ട്, അതിവിടെ എത്തട്ടെ. പിന്നെ ഇതിലൂടെ തന്നെ റോഡും ഉണ്ട്. ഇതങ്ങനെ കടന്നുപോയി. ഒരു ട്രെയിൻ തന്നെയാണ് അവിടെ നിന്ന് വരുന്നത്. ഡീസൽ ലോക്കോമോട്ടീവ് ആണേ. പിന്നെ ഇവിടെ നല്ല കാറ്റാണ്. ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കേൾക്കണമെന്നുമില്ല. ട്രെയിൻ ഇതാ വരികയാണ്. ട്രെയിനിന്റെ പേരെങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഇവിടെ ട്രെയിനിന്റെ പേര് കൊടുക്കാതെ ഇത് ഏത് ട്രെയിനാണെന്ന് അറിയുന്നില്ല. എന്തായാലും ഇതൊരു എക്സ്പ്രസ് ട്രെയിനാ. അത് പോയി. അങ്ങ് തൊട്ട് ദൂരെ കാണുന്നതാണ് കൊളംബോ പോർട്ട്. പോർട്ടിന്റെ കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാനായി സാധിക്കുന്നതാണ്.
ഏറ്റവും മുകളിലായി കാണുന്ന ഭാഷ സിംഹളയാണ്. തമിഴിൽ ബമ്പൽ പിട്ടി എന്നാണ്, പിന്നെ ഇംഗ്ലീഷിൽ ബമ്പൽ പിട്ടിയ എന്നാണ്. ഇനിയിപ്പം ഇവിടുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ കൊളംബോ ഭാഗത്തേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോവാം. എന്തായാലും സ്റ്റേഷന്റെ ആ വഴി തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തൊരു വണ്ടിയാണ്. ഈ റൂട്ടിലെ കൂടെ പോകുമ്പം എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പൊന്നും ഇല്ല കേട്ടോ, കാരണം ഇതൊരു കുഞ്ഞ് സ്റ്റേഷനാണ്. ഇവിടെ വളരെ കുറച്ച് ട്രെയിനുകൾക്ക് മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ. ഇപ്പം ഇവിടെ ഒരു ട്രെയിൻ ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ ഒരു ഇതെന്താണ് ഇത് വരുന്നത്? ലോക്കോമോട്ടീവ് ആണോ? ഇതൊരു ലോക്കോമോട്ടീവ് മാത്രം. അവിടെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്, കൊളംബോ ഫോർട്ടിലേക്ക് പോകുന്നത്. ഞങ്ങൾ തിരിച്ചെന്തായാലും ട്രെയിന് പോകുന്നില്ല, ബസ്സിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് വന്നിറങ്ങിയ ആൾക്കാരാണ് അവിടെ. ഇതൊരു കിടിലൻ സ്ഥലം തന്നെയാണ് കേട്ടോ. റോഡും റെയിൽ ട്രാക്കും കടലും എല്ലാം ഒരേപോലെ. ആ ട്രെയിൻ കടന്നു പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ തന്നെ അങ്ങ് നടന്നു പോകേണ്ടതേ ഉള്ളൂ. പക്ഷെ 8 കിലോമീറ്ററൊന്നും നടക്കുന്നില്ല. പിന്നെ ഇതൊക്കെ ഗവൺമെന്റ് ബസ്സുകളാണ് ഈ കാണുന്നത്. ഇനി കൊളംബോ ഫോർട്ട് ഭാഗത്തേക്ക് ബസ്സിനാണ് പോകുന്നത്. ഇങ്ങോട്ടേക്ക് ട്രെയിൻ വന്നപ്പോൾ അതുപോലെ തന്നെ തിരിച്ചു അതിൽ തന്നെ പോകാൻ പറ്റില്ലല്ലോ. രണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. കൊളംബോ ഫോർട്ട് ഭാഗത്തേക്കുള്ള ബസ് കിട്ടുക ഇവിടെ നിന്നാണ്. ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. എന്തായാലും അടുത്തൊരു ബസ്സിൽ കയറി പോവാം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ബസ്സുകൾ ഒന്നൊന്നര ലുക്ക് തന്നെയാണ്. ഒരു പഴയ ടൈപ്പ്. എല്ലാ ബസ്സുകളും ഏതാണ്ട് സിമിലർ തന്നെയാണ്. പിന്നെ ഇവിടെ ബസ്സിൻ്റെ മുകളിൽ സിംഹള, തമിഴ്, ഇംഗ്ലീഷ് ഈ പേരുകളിലാണ് പേരുകളുണ്ടാവുക. അതായത് ഈ പുറത്തുനിന്ന് വരുന്നവർക്ക്, അതായത് വിദേശികൾക്കൊന്നും ഈ പേര് വായിക്കുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. അത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് തന്നെ അല്ലേ? എനിക്ക് അത്യാവശ്യം കുറച്ച് തമിഴ് അറിയാം, പക്ഷേ ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ട് വളരെയധികം ഉപകാരമാണ്. പിന്നീടല്ലോ ഇവിടുത്തെ ആളുകൾക്കുണ്ടല്ലോ, സിംഹളയാണ് കൂടുതൽ ഭാഷയെങ്കിലും ഭൂരിഭാഗം പേർക്കും തമിഴും കൂടി അറിയാം. അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക്, തമിഴ് അറിയുന്ന കുറച്ച് ഇന്ത്യക്കാർക്ക് വളരെയധികം ഹെൽപ്ഫുൾ തന്നെയാണ്. ബസ് ഉണ്ട് അതാ, എന്നാ ഇനി കയറി പോവാം. നമുക്ക് പോവാം. 3 കിലോമീറ്റർ അല്ലേ പോകാനുള്ളൂ. അങ്ങനെ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഏറ്റവും പുറകിലാണ് സീറ്റ് കിട്ടിയത്. ഒരു 10 മിനിറ്റ് യാത്ര. ബമ്പലപ്പിട്ടിയ റെയിൽവേ സ്റ്റേഷൻ റോഡ് ഇതാണ്. അവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു ബസ് സ്റ്റോപ്പ് ഭാഗത്തേക്കുള്ളൂ. അതായത് ലങ്കൻ രൂപയാണ്. എത്രയാ കൊടുത്തത്? 500 രൂപ കൊടുത്തു, ബാക്കി 400 രൂപ കണ്ടത്. ബസിന്റെ ടിക്കറ്റ് ചാർജ് 50 LKR ആണ് ആയത്. അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 12 രൂപ. രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ വഴിയാണിത്. കുറച്ചുകൂടെ മുന്നിൽ പോയിട്ടേ ഇറങ്ങുന്നുള്ളൂ, കാരണം ഇനിയിപ്പോൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം. എന്തായാലും ബസ് സ്റ്റോപ്പിൻ്റെ ആ ഒരു ഭാഗത്തിന് പോയി ഇറങ്ങാം. പേട്ട ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ഹോട്ടലിൽ കയറി രാവിലെ കഴിക്കാനുള്ളതാ ഭക്ഷണമൊക്കെ വന്ന്. ഇഡ്ഡലിയാണ് പറഞ്ഞത്, 2 വലിയ ഇഡ്ഡലി തന്നെയാണ്. പിന്നെ ഇത് ചട്നിയാണ്. ഇതിന് പുറമെ തന്നെ ഇവിടെ സാമ്പാറുണ്ട്. പിന്നെ ഇതൊരു പരിപ്പാണ്, പരിപ്പ് കറിയാണിത്. അപ്പോൾ ശ്രീലങ്ക വന്നിട്ട്
ഇഡലി ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഇഡലി അതുപോലെ ദോശ എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ തന്നെ കിട്ടും. ഇഡലിയും 2 ചായയും 2 കുപ്പി വെള്ളവും 960 ലങ്കൻ രൂപയാണ് ആയത്. ഏതാണ്ട് ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ എത്രയാവും? ഏകദേശം ഒരു 270ഓളം രൂപ വരും. ഈ സാധാരണ ഈ വെള്ളമില്ല, ഇത് 1 ലിറ്ററിന്റെ വെള്ളം ഇവിടെ വരുന്നത് 100 LKR ആണ്, അതായത് 27 എങ്ങാണ്ട് വരുന്നുണ്ട്. അതായത് വെള്ളത്തിന്റെ പൈസ ഒക്കെ ഇവിടെ കൂടുതലാണ്. കാരണം ഈ ശ്രീലങ്കയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എക്കണോമിക് ക്രൈസിസ് ഒക്കെ ഉണ്ടായല്ലോ, അപ്പൊ അതുകൊണ്ട് ഇവർ കുറെ ഇതിനൊക്കെ പൈസ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. കൂടുതലും ഡ്രസ്സും ഈ മൊബൈൽ ആക്സസറീസ് ഇല്ലേ, അതൊക്കെ കിട്ടുന്ന കടകളാണ്. ചീപ്പ് റേറ്റിൽ നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. പലതും ഇപ്പം ഓപ്പൺ ആയിട്ടില്ല, കാരണം രാവിലെ വലിയ സമയമില്ല, 8 മണി പോലും ആയിട്ടില്ല. രാത്രിക്ക് ഇതിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കാണ് രാത്രിക്കൊക്കെ. പേട്ട മാർക്കറ്റും ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. കോട്ട റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പ്. ഇവിടുത്തെ ഓട്ടോറിക്ഷ. എട്ട് മണിക്ക് ശേഷമാണ് ഇവിടെയൊക്കെ നല്ല തിരക്ക് വരുന്നത്. രാവിലെ ഇതുവഴി വരുമ്പോൾ ഇത്രയൊന്നും തിരക്കുണ്ടായില്ല. ഓഫീസ് ടൈമൊക്കെ ആയല്ലോ. ഇവിടുത്തെ ട്രാഫിക് പോലീസാണ്, കുതിരപ്പുറത്താണ്. ഇവിടെയുണ്ട്, ഈ ഭാഗത്തും ഉണ്ട്. നല്ലൊരു കാഴ്ച തന്നെയാണ്. വലിയ റോഡാണ്, കാരണം നല്ല വണ്ടികൾ കൂടുതലായിട്ടുള്ള ഒരു റോഡാണ്. ഈ ഭാഗത്ത് തന്നെയാണ് നമ്മളെടുത്ത റൂമും. നേരെ ഇനി റൂമിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോയ കോസ്റ്റൽ റെയിൽവേ, അതായത് ഇതിനെക്കാട്ടി കുറച്ചും കൂടെ മുന്നോട്ട് പോയ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾ എന്തായാലും കാണും. നമ്മളെ ഇന്ത്യൻ റെയിൽവേയിൽ സദേൺ റെയിൽവേ, നോർത്തേൺ റെയിൽവേ എന്നൊക്കെ പറഞ്ഞിട്ട് രസമാണ്. അതുപോലെ തന്നെ ശ്രീലങ്കൻ റെയിൽവേന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോസ്റ്റൽ റെയിൽവേ, അതായത് തീരദേശ റെയിൽവേ. അത് നേരെ ഗേലെ ബലിയാട്ട എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകുന്ന ലൈനാണ്. അതുവഴിയൊക്കെ നമ്മൾക്ക് എന്താ പറയുക, വരും ദിവസങ്ങളിൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നമ്മളത്തെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ റൂം പോകും. അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഒരു 10-11 മണിയാകുമ്പം ശ്രീലങ്കയിലത്തെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമായ കാൻഡിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാൻഡിയിലേക്കുള്ള മനോഹരമായ ട്രെയിൻ യാത്രയൊക്കെ അടുത്ത ദിവസങ്ങളിൽ വരും. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു ചെറിയൊരു കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മാക്സിമം ബൈ ബൈ.